ഹലോ അത് വേണ്ട. Okay. ഹെൽത്തി ഹെയർ ടിപ്സ് ഫോർ മെൻ, ഹൗ ടു ഹാവ് ഹെൽത്തി ഹെയർ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം അല്ലാത്ത ഒരു ബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. പേര് അലക്സ് കോസ്റ്റ. Okay. ഈ മെൻസ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസർ, ആമ്പിള്ളാരുടെ സ്റ്റൈലിങ്, ഡ്രസ്സ്, മൊത്തത്തിൽ ഒരു ആൺകുട്ടിയുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം എന്ന് പറ്റിയ സംഭവങ്ങളെക്കുറിച്ച് ആ ഒരു മേഖലയിൽ വീഡിയോ ചെയ്യുന്ന ഒരു പ്രമുഖനായ വ്യക്തിയാണ് അലക്സ് കോസ്റ്റ. അപ്പോൾ പുള്ളിയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്, ഹെൽത്തി ഹെയർ ടിപ്സ് ഫോർ മെൻ. അപ്പോൾ അതിന് നമുക്ക് റിയാക്ട് ചെയ്യാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ അകത്തെ ഈ വീഡിയോസ് എന്ന് നമുക്ക് നോക്കാം. Don't go to bed when your hair is still wet, because we end up moving a lot at night and rubbing our heads against the pillow, and that could also cause breakage. If you do want to minimize the damage, I'd suggest getting a silk pillowcase. It's a lot softer and won't pull as much when you're moving from side to side, trying to find the best position to sleep in. ശരിയാണ്, സിൽക്ക് പില്ലോ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് നമ്മുടെ കോട്ടൺ തലയണ കവറിനൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കിടന്ന് കഴിയുമ്പോൾ ഹെയറിലുള്ള ഒരു ടഗിങ്ങും പുള്ളിങ്ങും കുറവായിരിക്കും. എന്നിരുന്നാലും കോട്ടൺ സംഭവം വെച്ച് നോക്കുമ്പോൾ ഒരു ഭയാനകമായ വ്യത്യാസം സിൽക്കിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യുന്നത് കോട്ടൺ സംഭവങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരു മാരകമായ വ്യത്യാസം തോന്നിയിട്ടില്ല. സിൽക്കിൻ്റെ കേസ് ഉണ്ട്, പക്ഷേ അത് കിടക്കുമ്പോൾ ഒരു ചെറിയ എന്തോ ഒരു ചൂട് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ സിൽക്ക് ഉപയോഗിക്കാറില്ല. Number 4, get some argan oil. Oiling the hair, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. Something that I've added to my routine and cannot live without is argan oil. It makes my hair smell amazing. ആർഗൺ ഓയിൽ തന്നെ വേണം എന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കോക്കനട്ട് ഓയിൽ മതി, നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്ന സംഭവമാണ്. പക്ഷേ കുറേ മായം ചേർത്ത സാധനം, കുറച്ച് മറ്റേ പരിപാടികളൊക്കെ ഉള്ള, അതായത് ഒരു സിന്തറ്റിക് ആയിട്ട് മറ്റേ ഒരു ചീപ്പായിട്ട് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നമ്മുടെ ഇതിപ്പോൾ പറഞ്ഞു കേട്ടുള്ള അറിവാണ്, എക്സാക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. നമ്മുടെ റിഫൈനറിയിലൊക്കെ ഉപയോഗിച്ച ശേഷം വേസ്റ്റ് വരുന്ന ഓയിൽ എന്തോ കാണിച്ച് റിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ഫ്ലേവർ ചേർത്ത് കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവമൊക്കെ ആയിട്ട് മാറും. അതിൽ നിന്ന് ആ വേസ്റ്റ് ഓയിലിൽ നിന്ന് പിന്നെ കോക്കനട്ട് ഓയിലൊക്കെ കിട്ടും, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്തൊക്കെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്താൽ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ശരിയായിരിക്കാം, ചിലപ്പോൾ ശരിയല്ലായിരിക്കും, തെറ്റായിരിക്കും. എന്നിരുന്നാലും നമുക്ക് വിശ്വസ്തതയുള്ള, ഇപ്പം നാട്ടിൽ തന്നെ ഈ ചക്കിലാട്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ മില്ലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരവിടെ കൊപ്ര കൊണ്ടുവന്ന് ആട്ടി അതിൽ നിന്ന് കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പം അങ്ങനെ പരിചയമുള്ള ആൾക്കാരുണ്ട് എങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് തന്നെ സാധനം വാങ്ങുക, ഉപയോഗിക്കുക. പിന്നെ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് ഫർദർ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ വിൽക്കുന്ന കമ്പനീസ് ഉണ്ട്, അവരുടെ കയ്യിൽ നിങ്ങൾക്ക് വാങ്ങാം. Shiny, smooth. So even when I travel, I bring one of these with me. And since you guys are awesome, I'm going to give away a bunch of these on my Instagram. Okay. It really helps if you have a dry scalp, split ends. ഡ്രോപ്പർ ആ ഫ്രണ്ടിൽ എന്തോ ഒരു സാധനം ഉള്ളവരുടെ അതാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാകത്തിന്, എണ്ണയുടെ എമൗണ്ട് കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ള രീതിയിലുള്ള ഒരു ബോട്ടിൽ നമ്മൾ ഉപയോഗിക്കും. ഇല്ലെങ്കിൽ വെറുതെ എണ്ണ കുറേ വേസ്റ്റ് ആവും. പിന്നെ ആ ഒരു എക്സാക്ട് എമൗണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എടുത്തെടുത്ത് നമുക്ക് എന്തോ ഒരു എണ്ണ വെച്ചാലാണ് നമ്മുടെ മുടി നന്നായിട്ട് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള ആ അളവ് നമുക്ക് മനസ്സിലാക്കി നമുക്കൊന്ന് ഡെയിലി തലയിൽ എണ്ണ വയ്ക്കാവുന്നതാണ്.